വയനാട് ടൗൺഷിപ്പിന് തുക അനുവദിച്ചു 351.48 കോടി രൂപയുടെ ഭരണാനുമതി നൽകി മന്ത്രിസഭാ യോഗം. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ കോടതിയിൽ കെട്ടിവെച്ച CMDRF തുക തിരിച്ചു നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി രൂപ കൂടി അനുവദിക്കും. സാങ്കേതിക അനുമതി നൽകേണ്ടത് കിഫ്കോൺ എസ്റ്റേറ്റ്. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, വിവരങ്ങൾ. വയനാട് ടൗൺഷിപ്പിന് തുക അനുവദിച്ചിരിക്കുന്നു. 351.48 കോടി രൂപയുടെ ഭരണാനുമതി നൽകി മന്ത്രിസഭായോഗം. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ കോടതിയിൽ കെട്ടിവെച്ച CMDRF തുക തിരിച്ചു നൽകാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം. വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി രൂപ കൂടി അനുവദിക്കും. സാങ്കേതിക അനുമതി നൽകേണ്ടത് കിഫ്കോൺ എസ്റ്റേറ്റ്. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് വയനാട് ടൗൺഷിപ്പിന് തുക അനുവദിച്ചിരിക്കുന്നു. 351.48 കോടി രൂപയുടെ ഭരണാനുമതി നൽകി മന്ത്രിസഭാ യോഗം. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, വിവരങ്ങൾ. വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർണായക തീരുമാനങ്ങൾ ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ കൈക്കൊണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് 351.48 കോടി രൂപ പദ്ധതിക്കുള്ള ഭരണാനുമതി ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു എന്നുള്ളത് തന്നെയാണ്. സാങ്കേതികമായിട്ടുള്ള അനുമതി അതിന് നൽകേണ്ടത് കിഫ്കോൺ ആണ് എന്നുള്ളതാണ്. മറ്റൊന്ന്, ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ആദ്യം നൽകിയ തുകയ്ക്ക് കൂടാതെ തന്നെ പിന്നീട് 17 കോടി രൂപ കൂടി നൽകേണ്ട ഒരു നിർദ്ദേശം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. അതേ തുടർന്ന് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്നുള്ള CMDRF ഫണ്ടിലെ തുകയാണ് ഈ എൽസ്റ്റോൺ എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ തുക തിരിച്ച് ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിൽ നിന്ന് ഇത്തരത്തിൽ പണം എടുക്കേണ്ടി വന്നതിനാൽ പിന്നീട് വാടക തുക അടക്കം നൽകുന്ന കാര്യത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പലതരത്തിലുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും ജില്ലാ കളക്ടറുടെ അക്കൗണ്ടിലേക്ക് തുക തിരിച്ചു നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനം മന്ത്രിസഭാ യോഗം കൈക്കൊണ്ടിട്ടുണ്ട്. മറ്റൊന്ന്, വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി രൂപ നൽകുന്നതിന് വേണ്ടിയുള്ള തീരുമാനവും മന്ത്രിസഭാ യോഗത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഈ ടൗൺഷിപ്പിന്റെ നിർമ്മാണ കരാർ ഏറ്റെടുത്തിരിക്കുന്ന ഊരാലുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്ക് അഡ്വാൻസ് തുക നൽകുന്നതിന് ഉൾപ്പെടെയുള്ള പൈസയാണ് 20 കോടി രൂപ. അത് ഈ വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സുപ്രധാന തീരുമാനങ്ങളാണ് മന്ത്രിസഭാ യോഗത്തിൽ വയനാട് ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ശരി, വയനാട് ടൗൺഷിപ്പിന് തുക അനുവദിച്ചു. 351.48 കോടി രൂപയുടെ ഭരണാനുമതി നൽകി മന്ത്രിസഭായോഗം. സ്ഥലം ഏറ്റെടുക്കുന്നതിനായി ജില്ലാ കളക്ടർ കോടതിയിൽ കെട്ടിവെച്ച CMDRF തുക തിരിച്ചു നൽകാനും മന്ത്രിസഭായോഗത്തിൽ തീരുമാനമായിരിക്കുന്നു. വയനാട് ടൗൺഷിപ്പ് സ്പെഷ്യൽ ഓഫീസർക്ക് 20 കോടി രൂപ കൂടി അനുവദിക്കാനും തീരുമാനമായിരിക്കുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു സൂര്യ ഗായത്രി.